പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിലും കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരങ്ങൾക്ക് കർത്താവിൻ്റെ മഹത്വം. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഒട്ടനവധി പേരും പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുന്നവരാണ്. ഒട്ടനവധി പേരിലും സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത കാലയളവാണ് ഇന്നത്തെ കാലയളവ്. ഒത്തിരി നഷ്ടങ്ങളിലിരിക്കുന്ന അനേകരുണ്ട്, ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. നഷ്ടങ്ങളുടെ കണക്കെടുത്താൽ എണ്ണിത്തീർക്കാൻ പറ്റാത്തത്രയും നഷ്ടങ്ങൾ പറയാൻ കഴിയുന്ന ഒട്ടനവധി പേർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇന്ന് വിശുദ്ധ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നൊരു ദൂത് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 26-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒരു കാലഘട്ടത്തെ മാറ്റി അടുത്തൊരു സീസണെ തുറക്കുന്ന ദൈവത്തിൻ്റെ പ്ലാനുകളും ദൈവത്തിൻ്റെ പദ്ധതികളെയും കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒത്തിരി നഷ്ടങ്ങളുടെ കണക്കുകളും വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നതും കരിഞ്ഞു പോകുന്നതുമായിട്ടുള്ള അനവധിയായ കാര്യങ്ങൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നഷ്ടങ്ങളുടെ കണക്ക് പറയുന്നുണ്ട്. 1-ാം അധ്യായം 4-ാം വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ 4 വിഭാഗത്തിൽപ്പെട്ട വിഷയങ്ങളെ കാണിച്ചുകൊണ്ട് പറയുകയാണ്: ശേഷിപ്പുകളെ തിന്ന് മുടിച്ചു കളയുന്ന, ശേഷിപ്പുകളെ ശേഷിപ്പിക്കാതെ അവശേഷിപ്പിക്കാതെ നശിപ്പിച്ച് കളഞ്ഞ ഒരു സിറ്റുവേഷനെ എടുത്ത് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വചനഭാഗം ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ ഒരു ദൂത് കൈമാറി ഞാൻ മുൻപോട്ട് പോകാം. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രത്യാശയോടെ മുൻപോട്ട് പോകുന്ന സമയം കയറി വന്ന ആ രോഗങ്ങളെ, കയറി വന്ന ആ ആക്സിഡന്റുകളെ നമ്മുടെ ജീവിതത്തിനകത്ത് നീക്കി ബാക്കിയൊന്നും വരുത്താതെ നമ്മുടെ ജീവിതത്തിനകത്തെ കാർന്നു നിന്നുകൊണ്ടിരുന്ന ആ പ്രതിസന്ധിയില്ലേ, ആ പ്രതികൂലമില്ലേ, പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു: ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു വരാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് മുഖമുയർത്താൻ തയ്യാറാകുന്നെങ്കിൽ, ശേഷിപ്പുകളെ കാർന്നു നിന്ന, ശേഷിപ്പുകളെ അവശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളഞ്ഞൊരു കാലഘട്ടത്തെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിപ്പിക്കുന്ന നാളുകൾ അതിവിദൂരമല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭൗതിക തലത്തിലാകട്ടെ ആത്മീക തലത്തിലാകട്ടെ ഇന്ന് വളരെ ശോഷണം വന്ന കാലഘട്ടമാണ്. യോഗങ്ങൾ കുറഞ്ഞു പോകുന്ന, എന്നാൽ യോഗങ്ങൾ വെച്ചാൽ യോഗത്തിന് ആളുകളില്ലാതെ പോകുന്ന, പ്രാർത്ഥന ആവശ്യമില്ലാതെ വരുന്ന ഈ വല്ലാത്തൊരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ് നാം ഏവരും ഇന്ന് പകൽ. എന്നാൽ അതിൻ്റെ നടുവിലും പരിശുദ്ധാത്മാവിന് ചിലരെ നോക്കി പറയാനുണ്ട്: യോഗങ്ങൾ എന്തുകൊണ്ടാണ് കുറഞ്ഞു പോയത്? പ്രാർത്ഥന കൂട്ടായ്മകൾക്ക് എന്തുകൊണ്ടാണ് പോകാൻ കഴിയാത്തത്? പ്രാർത്ഥിച്ചും മടുത്തവരുണ്ട്, പ്രാർത്ഥിച്ചു ക്ഷീണിച്ചു പോയവരുണ്ട്, വാഗ്ദത്തങ്ങളും പ്രവചന ശബ്ദങ്ങളും ഒട്ടനവധി കേട്ടവരുണ്ട്. എന്നാൽ ആ പ്രവചനങ്ങളോ വാഗ്ദത്തങ്ങളോ ഒന്നും തന്നെ ജീവിതത്തിൽ നിറവേറാതെ, ജീവിതത്തിനകത്ത് വെളിപ്പെടാതെ വളരെ ക്ഷീണിച്ച് ശോഷിച്ചു പോയ ഒട്ടനവധി പേരിനെ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലർ ചോദിക്കാറുണ്ട്, ഞങ്ങൾ എന്തിനാ ഇനി പ്രാർത്ഥിക്കേണ്ടത്?
ഞങ്ങളിനി പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഫലം, എന്താണ് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് അവസാനിപ്പിച്ചാൽ മതി, ഇനിയും പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള വലിയ കാര്യമൊന്നും വരുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, യോവേൽ പ്രവാചകൻ ഓർമ്മിപ്പിച്ചുണർത്തുന്ന വലിയൊരു സത്യമുണ്ട്. ഒരു ചെറിയ ശേഷിപ്പുണ്ടാകുമെന്ന് കരുതുമ്പോൾ വെട്ടിക്കിളി ശേഷിപ്പിച്ചു വച്ചതിനെ തുള്ളനും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പച്ചപ്പുഴുവും വിട്ടിലുമൊക്കെ വെട്ടിക്കളയുന്ന, നശിപ്പിച്ചു കളയുന്ന വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഇപ്പോഴെങ്കിലും തിരിഞ്ഞ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലേക്ക് തിരിയാൻ താല്പര്യപ്പെടുന്നെങ്കിൽ വിത്ത് കറ്റകളുടെ ഇടയിൽ കിടന്നിനിയും ഞെരുങ്ങുവാനും കരിഞ്ഞു പോകുവാനും അനുവദിക്കാതെ വലിയ ദൈവപ്രവർത്തികളെ ചെയ്യുവാൻ വലിയ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിക്കുവാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. അപ്പം നഷ്ടപ്പെട്ട വിഷയങ്ങളെ, ശേഷിപ്പുകളെ, വെട്ടിക്കളഞ്ഞ സാഹചര്യങ്ങളെ നോക്കി വിലപിക്കാനല്ല, മറിച്ച് അതിനെ തിരിച്ചു പിടിക്കാനുള്ള ആർജവത്തോടെ ദൈവസന്നിധിയിൽ കരച്ചിലോടും പ്രാർത്ഥനയോടും അടുത്തു വരാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കാഹളമൂതി പ്രാർത്ഥിച്ച് ഉപവാസത്തോടെ കരച്ചിലോടെ തിരിഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ മുഖമന്വേഷിക്കുന്നവരെ കുറിച്ച് ദൈവാത്മാവ് പറഞ്ഞ ദൂതാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. പ്രൈസ് ഗോഡ്. എന്നിട്ട് അടുത്ത പദം പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എവിടേക്കോ ലജ്ജിച്ചു പോയ സാഹചര്യങ്ങളുണ്ട്, എവിടേക്കോ തലതാഴ്ത്തിയ സാഹചര്യങ്ങളുണ്ട്, എവിടേക്കോ തളർന്നു പോയ സാഹചര്യങ്ങളുണ്ട്. അതിനെ നോക്കി പരിശുദ്ധാത്മ പറയുക, എൻ്റെ ജനം ഒരു നാളും ഇനി ലജ്ജിച്ചു പോകത്തില്ല. ഇനി ഒരു നാൾ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുമ്പോൾ അതിനർത്ഥം ദൈവത്തിങ്കിലേക്ക് തിരിയാൻ, ദൈവത്തിങ്കിലേക്ക് നോക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു കൂട്ടം ജനത്തെ പരിശുദ്ധാത്മാവ് തേടുകയാണ്. ഇന്ന് എൻ്റെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സ്നേഹിതന്മാരോട് ഞാൻ ആത്മാർത്ഥതയോട് പറയട്ടെ, ചില നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുന്നില്ലേ? ഞാൻ ഇന്ന സാഹചര്യത്തിലൂടെ വന്ന, ഞാൻ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തതാ, ഇത്ര പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്ക് എല്ലാം നഷ്ടമായി, ഇപ്പോൾ എനിക്കൊന്നുമില്ല, ഭയങ്കര ശൂന്യത, ഭയങ്കര സങ്കടം, ശൂന്യതയുടെ മേൽ ശൂന്യത എന്ന് വിലപിച്ച് കരയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു, താങ്കൾ ഒരു നാളും ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ കരം ചലിക്കും. ഒറ്റ കാര്യം, ദൈവത്തിങ്കിലേക്ക് തിരിയുക, പ്രാർത്ഥനയിലേക്ക് തിരിയുക, ഉപവാസത്തിലേക്ക് തിരിയുക, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. ലജ്ജിക്കേണ്ട സ്ഥലത്ത്, ലജ്ജിക്ക് പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം താങ്കളുടെ തല ഉയർത്തുവാൻ പദ്ധതിയിടും. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ഇനി ഒരു നാൾ ലജ്ജിച്ചു പോകത്തുള്ളെന്നുള്ളൊരു ഉറപ്പോടും കർത്താവിൻ്റെ സന്നിധി നമുക്ക് മുൻപോട്ട് പോകാം. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.